ഞാനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. റീസെൻ്റായി GT-ലൊക്കെ നന്നായി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളൊരു സ്റ്റുഡൻറ്റ് നമ്മുടെ തന്നെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്ന് ഒരു എക്സാം GT എക്സാം ഗ്രാൻഡ് ടെസ്റ്റ് മോക്ക് എക്സാം എഴുതാൻ പോയിരുന്നു. അപ്പോൾ കണ്ടൊരു കാര്യം, റിലേറ്റീവ്ലി നല്ല സ്കോർ ചെയ്തുകൊണ്ടിരുന്ന, അതായത് 155 to 160 സ്ഥിരമായി GT-ൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് ലാബ് ബേസ്ഡ് എക്സാമിലേക്ക് മൂവ് ചെയ്ത സമയത്ത് ചില കൺഫ്യൂഷൻസ് കാരണം കുറേ കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരു കമ്പ്യൂട്ടർ എക്സാം എഴുതുന്നത് 125ലേക്ക് ആ ഒരു GT സ്കോർ ഡിപ്പായി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഗെയിൻ ചെയ്യേണ്ടത് ഇതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് തന്നെ എക്സാം പ്രാക്ടീസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ആ ഒരു സബ്ജക്റ്റിലുള്ള അല്ലെങ്കിൽ 19 സബ്ജക്റ്റിലെ നോളജ് മാത്രമല്ല, എക്സാം എഴുതുമ്പോൾ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ സിസ്റ്റം ഒക്കെ നമ്മൾ ഫെമിലിയർ ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കവിടെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതാനുള്ള സൗകര്യം നിങ്ങൾ കാലിക്കറ്റ് നമ്മുടെ ബാട്ടിയ ഓഫീസിന്, ഞാൻ നിൽക്കുന്ന ഈ ഓഫീസിൻ്റെ തൊട്ടടുത്ത് നമ്മൾ സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റോ, ഏത് ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റോ അല്ലെങ്കിൽ പാട്ടിയ കാലിക്കറ്റ് നടക്കുന്ന ടെസ്റ്റുകളൊക്കെ അവിടെ ചെന്ന് അവിടെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷനിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇതേപോലെയുള്ള മിസ്റ്റേക്സ് നിങ്ങൾ റിയൽ എക്സാമിൽ നടത്തുന്നതിന് മുന്നേ തന്നെ ഒരു എക്സാമിൽ പോയി ഇതേപോലെയുള്ള കൺഫ്യൂഷൻസും മിസ്റ്റേക്കും കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് മസ്റ്റായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം പ്രാക്ടീസ് ചെയ്യുക. അതിന് വേണ്ടിയാണ് നമ്മളവിടെ ലാബ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ ഏത് ടൈമിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്തുകൊണ്ട് അവിടെ വന്ന് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ആണ്. AC സൗകര്യങ്ങളോടുകൂടിയുള്ള ലാബാണ്, നമ്മുടെ തന്നെ ലാബാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. താങ്ക് യു.